ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നേർന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പ്ലഗിൻ്റെ ആയിരുന്നു. പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായി. പിന്നെ വണ്ടി നമ്മൾ കുറച്ച് ഓടിക്കുമ്പോൾ മിസ്സിങ്, നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. പ്ലഗ് വലിയ പഴക്കമുണ്ടായിട്ട് വന്നതാണല്ല, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിൻ്റെ ഇത് കൂടുതൽ വന്നിട്ട് പ്ലഗ് പോയേക്കണതാണ്. ഇപ്പം ഞാൻ പുതിയ പ്ലഗ് ഇട്ട, ഈ പ്ലഗ് ഇട്ടാൽ സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. പുതിയ പ്ലഗ് ഇട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചാൽ നമ്മൾ കാർബറേറ്റർ ഒന്ന് അഴിച്ചു നോക്കിയതാണ്. ഈ കാർബറേറ്ററിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ശരിക്കും ഒരു പൊടി പോലെ, അതായത് ഒരു ഫംഗസ് പിടിച്ചാണ് ഒരു അവസ്ഥ എനിക്ക് കാണുന്നത് കേട്ടോ. കൈമൊക്കെ വിരലമൊക്കെ വന്നിട്ടുണ്ട് പൊടി പോലെ. അത് ശരിക്കും പറയുന്നുണ്ടല്ലോ, ഇത് സാധാരണ രീതിയിൽ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാം. കാരണം ആ പെട്രോൾ അതിനകത്ത് ഉള്ളിൽ കിടന്നിട്ട് പെട്രോളിനകത്ത് വന്ന കെമിക്കലിൻ്റെ റിയാക്ഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ അത് ആ രീതിയിൽ വന്നപ്പോൾ ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയേക്കാം. ഈ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടാം. പക്ഷേ ഇത് ശരിക്കും ക്ലീനർ ഉപയോഗിച്ചാൽ തന്നെയാണ് ഇതൊക്കെ ക്ലിയർ ആവുള്ളൂ. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് അലുമിനിയം ബോഡിയാണല്ലോ. അലുമിനിയം ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ ഫംഗസ് പിടിച്ചാണ് പോലെയുള്ള അവസ്ഥ. ഇവിടെ പുറത്തൊന്നും പ്രശ്നമില്ല നമുക്ക്. ഈ ഓവർഫ്ലോ വന്ന ഭാഗമുണ്ടല്ലോ, ഇത് അതിൻ്റെ ഉള്ളിലാണ് ഓവർഫ്ലോ നീഡിൽ വരാം. അതിൻ്റെ ഉള്ളിലും സെയിം സിറ്റുവേഷനാണ്. അത് നമുക്ക് ക്ലീനർ വെച്ച് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഓവർഫ്ലോൻ്റെ നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയത്. നോക്കി കഴിഞ്ഞാൽ അറിയാം, വളരെ നേരത്തൊരു ഇതാണ്. ആ കൂർത്ത ഭാഗം ചെന്നിട്ടാണ് ആ വാൽവ് ബ്ലോക്ക് ആക്കണം അതിൻ്റെ ഉള്ളിൽ. അത് ചെന്ന് അടയുന്ന ഭാഗത്തും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ഇതേപോലെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ക്ലീനർ വെച്ച് അടിക്കുമ്പോൾ അതൊന്ന് പൊളിഞ്ഞു പോരും. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ രീതികളെ ഇത് കറക്റ്റായിട്ട് പെട്രോൾ ബ്ലോക്ക് ആവാത്തൊരു സിറ്റുവേഷൻ വരാനായിട്ടൊരു സാധ്യതയുണ്ട് ഇതിൽ. നിലവിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം കാർബറേറ്ററിൻ്റെ അടിയിലെ ചേമ്പറടിയും കാണാം. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യാം. ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണത് പ്രോബ്ലം ഉണ്ടാക്കുക. ഒന്ന് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് കാണിക്കും. പെട്രോള് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പെട്രോൾ ഇങ്ങനെ വെറുതെ ചാടി പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് തരുള്ളൂ, വേറെ മാർഗ്ഗമില്ല. നേരെ മറിച്ച് പിന്നുള്ളൊരു കേസ് എന്ന് വെച്ചാൽ മിസ്സിങ്ങിൻ്റെ കേസ് എങ്ങനെ ട്യൂൺ ചെയ്താലും ക്ലിയർ ആവില്ല. വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ സ്ലോ സ്പീഡിലൊക്കെ നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ രണ്ട് രീതിയിലാണ് കാർബറേറ്റർ കംപ്ലൈൻറ്റ് കാണിക്കാറ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കാർബറേറ്റർ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. നിലവിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണ്ടി ഓടിച്ചു നോക്കട്ടെ. എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ രീതികൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് പൊടി പോലെ അങ്ങനെ കിടക്കുക വേണ്ട. ഈ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലത്തെ കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നോക്കിയിട്ട് പറയാൻ തരും കേട്ടോ.